എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇനി പറയാൻ പോകുന്ന വസ്തുക്കളെ വീടിനുള്ളിൽ വെക്കരുത്. വെച്ചിരിക്കുകയാണെങ്കിൽ അതിനെ വളരെ വേഗം തന്നെ ഭവനത്തിൽ നിന്നും പുറത്താക്കുക. അല്ലെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് ദുരിതങ്ങൾ സമ്മാനമായി തരും. ആദ്യം ബെഡ്റൂമിൻ്റെ കാര്യം തന്നെ പറയാം. വലിയ വലിയ സിറ്റികളിലും മറ്റും താമസിക്കുന്നവർക്ക് വീട്ടിലുള്ള സ്ഥല പരിമിതി കാരണം കട്ടിലിനടിയിലും സാധനങ്ങൾ വെക്കേണ്ടി വരുന്നു. അതിൽ കൂടുതലും എന്നും ഉപയോഗിക്കാത്ത സാധനങ്ങളായിരിക്കാം. കട്ടിലും ഇതുപോലെ ബോക്സ് പോലെ ഉണ്ടാകും. ഭവനത്തിൻ്റെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചാൽ പ്രധാനമായും എടുത്തു പറയുന്ന ഒന്നാണ് വിശ്രമം. ഒരു ഭവനത്തിൽ വ്യക്തി ഏറ്റവും കൂടുതൽ സമയം ചിലവാക്കുന്നതും മറ്റ് മുറികളെക്കാളും ബെഡ്റൂം തന്നെയാകും. വാസ്തുവിൽ ബെഡ്റൂമിന് പ്രാധാന്യവും അതുകൊണ്ട് തന്നെയാണ്. ദിശ, വൃത്തി, അന്തരീക്ഷം ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. 16 ദിശകളിൽ ബെഡ് ഉള്ള ദിശ, അതായത് വ്യക്തി ഉറങ്ങുന്ന ദിശയെ അറിഞ്ഞാലും അവരുടെ ഏകദേശ സ്വഭാവം മനസ്സിലാക്കാനാകും. അതുപോലെ അവരുടെ സാമ്പത്തിക സ്ഥിതിയും ശാരീരിക സ്ഥിതിയും മാനസിക സ്ഥിതിയും നിർണയിക്കുന്നത് അയാൾ വിശ്രമിക്കുന്ന സ്ഥാനം തന്നെയാകും. കിടക്കുന്ന കിടക്കയുടെ അടിയിൽ ചില സാധനങ്ങൾ വയ്ക്കുന്നത്, അത് ഏതൊക്കെയെന്ന് പറയാം. തുണികൾ, ചിലർ പഴയ തുണികളും ഉപയോഗിക്കാത്ത തുണികളും മറ്റും ഭാണ്ഡക്കെട്ടുകൾ പോലെയോ അല്ലെങ്കിൽ പെട്ടികളിലോ വെച്ച് കട്ടിലിനടിയിൽ സൂക്ഷിക്കുന്നു. അതിൽ കഴുകിയ തുണിയാകാം, കഴുകാത്ത തുണിയും ആകാം. അതുപോലെ മറ്റൊന്നാണ് ടൂൾ ബോക്സ്, പണിയായുധങ്ങൾ വെച്ചിരിക്കുന്ന പെട്ടി. അതുപോലെ മറ്റൊന്നാണ് പഴയ വായിച്ച പുസ്തകങ്ങൾ. അതുപോലെ മറ്റൊന്ന് പഴയ ഇലക്ട്രിക്കൽ സാധനങ്ങൾ. ഇതെല്ലാം ഉറക്കത്തിനെ ബാധിക്കും. മാനസിക അലോസരത്തിനും ഇത് കാരണമാകുന്നു. അതുകൊണ്ട് മേൽപ്പറഞ്ഞ ഒന്നും കിടന്നുറങ്ങുന്ന കട്ടിലിൻ്റെ കീഴെ വയ്ക്കാതിരിക്കുക. ഇനി ബെഡ്റൂമിൽ ശ്രദ്ധിക്കേണ്ട മറ്റ് ചില കാര്യങ്ങളാണ്. ബെഡ് കാണുന്ന തരത്തിൽ, അതായത് കിടക്കയെ പ്രതിഫലിപ്പിക്കുന്ന തരത്തിൽ കണ്ണാടി, TV ഇതൊന്നും പാടില്ല. ഇത് ശരീരത്തിനും ദോഷം ചെയ്യും. അതുപോലെ എക്സ്ട്രാ മാരിറ്റൽ അഫെയറിനും ഇത് കാരണമായി തീരാറുണ്ട്. അത് സ്ത്രീക്കായാലും പുരുഷനായാലും സ്ഥിതി അതുതന്നെയാണ്. അതിനാൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു സാധനത്തെയും ബെഡ്റൂമിൽ വയ്ക്കാതിരിക്കുക. അടുത്തതായി അറിഞ്ഞിരിക്കാനുള്ള അത്യാവശ്യ കാര്യമാണ് ദൈവങ്ങളുടെ വിഗ്രഹങ്ങളും ഫോട്ടോകളും. ഉദാഹരണത്തിന് ശനി ദേവനെ ആരാധിക്കുന്നവരാണ് പലരും. എന്നാൽ ശനിദേവന്റെ വിഗ്രഹമോ ഫോട്ടോയോ വീട്ടിൽ വെച്ച് ആരാധിക്കരുത്. കാരണം ശനിദേവൻ ഒരു വലിയ ന്യായാധിപനാണ്. ഭവനത്തിനുള്ളവർ ആരെങ്കിലും അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന ചെറിയ തെറ്റുകൾക്ക് പോലും അദ്ദേഹം തക്കതായ കഠിന ശിക്ഷ തന്നെ ശനിദേവൻ അപ്പോൾ തന്നെ വിധിച്ചെന്നിരിക്കും. ശനിദേവനെ ക്ഷേത്രത്തിൽ മാത്രം പൂജിക്കാം. മന്ത്രജപങ്ങൾ ഭവനത്തിൽ വെച്ച് ആകാം. അടുത്തതായി വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ദേവതകളുടെയും ഗുരുക്കന്മാരുടെയും ഫോട്ടോകൾ, വിഗ്രഹങ്ങൾ ഇവ വീടിൻ്റെ വാതിക്കലിൽ വെക്കരുത്. പ്രത്യേകിച്ച് ഗണപതി ഭഗവാന്റെ. ഇത് മുമ്പ് ഒരു വീഡിയോയിൽ വിസ്താരമായി പറഞ്ഞിരുന്നതിനാൽ ഇതിൽ തുടരുന്നില്ല. ഗണപതി ഭഗവാൻ ആരുടെയും വീടിൻ്റെ കാവൽക്കാരനല്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അദ്ദേഹം സർവപ്രഥമ പൂജനീയനാണ്. അടുത്തതായി പൊട്ടിയ വിഗ്രഹങ്ങൾ, അംഗഭ്രഷ്ടം സംഭവിച്ചതും വിള്ളലേറ്റതും അതുപോലെ അകം പൊള്ളയായതുമായ വിഗ്രഹങ്ങളെ വീടിനുള്ളിൽ വയ്ക്കാതിരിക്കുക. ഇതിനെയെല്ലാം പെട്ടെന്ന് തന്നെ വീടിൻ്റെ പുറത്താക്കുക. അതുപോലെ പൊട്ടിയതും മങ്ങലേറ്റതുമായ ഫോട്ടോകൾ ഇവയെല്ലാം പെട്ടെന്ന് തന്നെ വീടിൻ്റെ പുറത്താക്കുക. പൂജിച്ചിരുന്ന ഫോട്ടോയും വിഗ്രഹങ്ങളെയും എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യാം എന്നതിനെപ്പറ്റി മുമ്പ് ഒരു വീഡിയോയിൽ വ്യക്തമായി പറഞ്ഞിരുന്നു. ഇനി അടുത്തത്, ഭവനത്തിനുള്ളിൽ ഒരിക്കലും ലവ് പെയർ, അതായത് ഇതുപോലെയുള്ള സ്റ്റാച്യൂസ്, അതുപോലെ മറ്റ് സെലിബ്രിറ്റീസിൻ്റെയും മറ്റും ഇതുപോലെയുള്ള ഫോട്ടോയും ഒന്നും ഭവനത്തിനുള്ളിൽ വെക്കരുത്. ഇത് കാരണവും എക്സ്ട്രാ മാരിറ്റൽ അഫെയറിന് സാധ്യത ഏറുന്നു. അതുപോലെ മറ്റൊന്നാണ്
ദുഷ്ടമൃഗങ്ങളുടെ ഫോട്ടോകൾ, അതായത് ഗർജിക്കുന്ന സിംഹം, പുലി എന്നിവയുടെ ഫോട്ടോകളൊന്നും ഭവനത്തിൽ ഒരിടത്തും വയ്ക്കാതിരിക്കുക. പകരം സൗമ്യ സ്വഭാവമുള്ള മൃഗങ്ങൾ, മാൻ, മുയൽ എന്നിവയുടെയെല്ലാം ഫോട്ടോകൾ വയ്ക്കാവുന്നതാണ്. അടുത്തതായി പറയാനുള്ളത് ഭവനത്തിനെ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക. ചിലന്തിവല, മാറാല, അതുപോലെ ചിതൽ ഇവയെല്ലാം അപ്പോൾ തന്നെ വൃത്തിയാക്കുക. പഴകിയ ആണി, പഴയ തകർന്ന ഉപയോഗശൂന്യമായ ഫർണിച്ചർ, പൊട്ടിയ ഗ്ലാസ്, ഓടാത്ത ക്ലോക്ക്, പഴയ കലണ്ടർ ഇവയെല്ലാം വീടിന് പുറത്താക്കുക. അതുപോലെ മറ്റൊരു കാര്യമാണ് പ്രവർത്തനരഹിതമായ മിക്സി, ഫാൻ, അതുപോലെയുള്ള ഇലക്ട്രിക്കൽ വസ്തുക്കളും TV, മ്യൂസിക് സിസ്റ്റം എന്നിവയെ പോലെയുള്ള ഇലക്ട്രോണിക്സ് വസ്തുക്കൾ പഴകിയതിനു ശേഷം പുതിയത് വാങ്ങിയാലും ചിലരത് എടുത്ത് എവിടെയെങ്കിലും സൂക്ഷിച്ചു വയ്ക്കും. എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ നേരെയാക്കി എടുക്കാം എന്ന് കരുതി. എന്നാൽ അത് ഒരിക്കലും ഉണ്ടാവുകയില്ല. ഇതെല്ലാം പിന്നീട് വലിയ ദാരിദ്ര്യത്തിന് കാരണമായി മാറാറുണ്ട്. എപ്പോഴും ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള സാധനങ്ങൾ മാത്രം വീട്ടിനുള്ളിൽ സൂക്ഷിക്കുക. അല്ലാത്തവയെ കേടുപാടുകൾ മാറ്റി വൃത്തിയായി സൂക്ഷിക്കുക. വീടിന്റെ മുകളിലും പഴയ സാധനങ്ങൾ, ചാക്കുകെട്ടുകൾ, മെറ്റൽ ഫ്രെയിമുകൾ, ലോഹങ്ങൾ, തുരുമ്പിച്ച വസ്തുക്കൾ ഇവയെല്ലാം സൂക്ഷിക്കുന്നതും ദാരിദ്ര്യത്തിന് കാരണമാകാറുണ്ട്. അതിനെയെല്ലാം വീട്ടിൽ സൂക്ഷിച്ചു വെക്കാതിരിക്കുക. ഇതെല്ലാം സ്ക്രേപ്പുകാർക്ക് കൊടുത്ത് കാശ് വാങ്ങുക. ഇനി അടുക്കളയിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയാം. അടുക്കള ഒരു ഭവനത്തെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഇടമാണ്. നമ്മുടെ ആരോഗ്യനിലയെ തന്നെ ബാധിക്കും അടുക്കളയിൽ ഇതെല്ലാം ശ്രദ്ധിച്ചില്ല എങ്കിൽ. അടുക്കളയിൽ ഒരു ദേവതയും വെച്ച് ആരാധിക്കരുത്. ഇവിടെയും ഉപയോഗശൂന്യങ്ങളായ പാത്രങ്ങളും പൊട്ടിയ പാത്രങ്ങളും നിരത്തി വെക്കരുത്. ഒരിക്കലും ഉപ്പ്, അരി, മറ്റ് വ്യഞ്ജനങ്ങൾ ഇട്ടുവെക്കുന്ന പാത്രങ്ങൾ മുഴുവനായും ഒഴിഞ്ഞു പോകാൻ അനുവദിക്കരുത്. വീട്ടിലെ പൈപ്പുകളിൽ ലീക്കേജ് ഉണ്ടെങ്കിൽ അത് ഉടൻ തന്നെ പരിഹരിക്കണം. ഒരിക്കലും എച്ചിൽ പാത്രങ്ങളെ കഴുകാതെ ഉറങ്ങാനായി പോകരുത്. എച്ചിൽ പാത്രങ്ങൾ, അതുപോലെ ഒഴിഞ്ഞ പാത്രങ്ങൾ ഇവയെല്ലാം അടുപ്പിന് മുകളിലും വയ്ക്കാൻ പാടില്ല. ഇനി പ്രധാന വാതിലിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയാം. പ്രധാന വാതിലിൻ്റെ നേരെ പാദരക്ഷകൾ വയ്ക്കരുത്. അതിഥികളെയും അതിന് അനുവദിക്കരുത്. ലക്ഷ്മി ദേവിക്ക് തടസ്സമാകുന്ന ഒന്നും പ്രധാന വാതിലിൽ വയ്ക്കാൻ പാടില്ല എന്ന് പഴമക്കാർ പറയുന്നു. അടുത്തതായി ടോയ്ലറ്റ്, ബാത്റൂം എപ്പോഴും അടഞ്ഞു കിടക്കണം. അവിടെയുള്ള ബക്കറ്റിലും മറ്റും വെള്ളം എപ്പോഴും നിറഞ്ഞിരിക്കണം. ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഏകദേശം 50% ദുരിതങ്ങളും ഭവനത്തിൽ നിന്നും ഒഴിഞ്ഞു പോകും, തീർച്ച. പ്രിയരെ, ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. നിങ്ങളുടെ ഇഷ്ടദേവന്റെ പേര് കമൻറ്റ് ബോക്സിൽ എഴുതുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേണ്ടപ്പെട്ടവർക്കായി ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകൾ കാണാനും ശ്രമിക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന, ഉപാസന, മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.